മഴക്കാലത്ത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൽ നമ്മളെ കൃഷിയെ നശിപ്പിക്കുന്ന ജീവികളെയും അതിൻ്റെ പരിഹാരങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്, അതുപോലെ കുറച്ച് പയർ നട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ് അതുപോലെ കുറച്ച് പടവലം നട്ടിട്ടുണ്ട്, പിന്നെ ചുരക്കയുണ്ട്, പിന്നെ ചീര. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓണക്കാല കൃഷി. വെള്ളരിയൊന്നും ഇട്ടിട്ടിപ്പോൾ വളർന്നില്ല, കാരണം മഴയത്ത് ഒരു കാരണവശാലും വെള്ളരി വളരില്ല. അല്ലെങ്കിൽ വല്ല പോളിഫോമോ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ അത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മഴക്കാലത്ത് വെള്ളരി വളരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ വെച്ച വെള്ളരിയൊന്നും വളർന്നിട്ടില്ല. ഇപ്പോൾ ഒരുവിധം വളർന്നു കിട്ടിയ കുറച്ച് വെണ്ടയും പയറും അതുപോലെ തന്നെ പടവലവുമാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക് നമുക്ക് ഈ മഴക്കാലമാകുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കാരണം മഴയത്ത് നമ്മൾ വില കൂടിയ സാധനങ്ങൾ കൊണ്ടാണ് വെളുത്തുള്ളി, അതുപോലെ തന്നെ കായം, പിന്നീട് വേപ്പെണ്ണ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വില കൂടുതലാണ്. ആ വില കൂടിയ സാധനങ്ങൾ നമ്മൾ കീടനാശിനി ഉണ്ടാക്കി അടിച്ചാലും മഴ പെയ്തത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ പൈസയും പോവും, നമുക്ക് ഗുണവും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതിനെല്ലാം കീടശല്യം വളരെ കൂടുതൽ. ഇത് കണ്ടോ, ഈ വെണ്ടയിൽ ഇതൊരു സൈസ് ഒരു വണ്ടാണ് ഈ ഇല തിന്ന് നശിപ്പിക്കുന്നത്. ഒരു സൈസ് തവിട്ട് നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള ഒരു വണ്ട്, അതിന് ആമവണ്ടെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മഴ പെയ്യുമ്പോൾ അവൻ എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചിരിക്കും, മഴ തീരുമ്പോൾ വരും. ഇത് കണ്ടോ, ഇതുപോലെ ഇല മുഴുവൻ തിന്ന് നശിപ്പിക്കും. ഇത് നമ്മളെ ചെടിയുടെ ആരോഗ്യത്തിനെ വളരെയധികം ബാധിക്കുന്നൊരു സാധനമാണ്. പിന്നെ മറ്റൊന്ന് ചാഴിയാണ്. പലയിനം ചാഴികളുണ്ട്. പയർ കാച്ചു തുടങ്ങിയാൽ അതിൽ പലയിനം ചാഴികൾ വന്ന് നമ്മളെ ആ കായിൽ നിന്ന് നീരൂറ്റി കുടിച്ച് കായ വെറും ചിങ്കാക്കിക്കളയും. അതായത് അതിൻ്റെ മണികൾ മുഴുവൻ, പയർമണികൾ മുഴുവൻ അത് ഊറ്റി കുടിച്ച്, അതിൻ്റെ നീരൂറ്റി കുടിച്ച് കളയും. അതിൻ്റെ ജീവിയെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിനൊക്കെ അതുപോലെ തന്നെ പടവലത്തിൽ നീരൂറ്റി കുടിക്കുന്ന കായ്ച്ച, അങ്ങനെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ശല്യം വളരെ കൂടുതലാണ് മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പലയിനം ചാഴികളുണ്ട്. ഒന്നാമത്തെ ശല്യം, ഏറ്റവും വലിയ ശല്യം എന്ന് പറഞ്ഞാൽ കൊമ്പൻ ചാഴി എന്ന് പറയുന്നതാണ്. അതിൻ്റെ കൊമ്പുകൾ നമ്മൾ പിടിച്ചാൽ, ആ കൊമ്പ് കൊണ്ടാൽ നമ്മളെ കയ്യിൽ പൊത്തുപോകും, മുറിവുണ്ടാവും. അതുപോലെ പിന്നെ പാറ്റച്ചാഴി, അങ്ങനെ പലയിനം ചാഴികളുണ്ട്. ഉരുണ്ട ഒരു സൈസ് ചാഴിയുണ്ട്, പലയിനം ചാഴികളുണ്ട്. ഈ ചാഴിക്കൊക്കെ ഒരു പൊതുവായ ഇതുള്ളത് വെച്ചാൽ വളരെ ദുർഗന്ധം. അതിൻ്റെ പുറത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ദുർഗന്ധം ഉണ്ടാവും. ആ ജീവിയാണ് ചാഴി എന്ന് പറയും. ഇത് കണ്ടോ, ഈ ചാഴി നശിപ്പിച്ച പയറാണിത്. ഇതൊക്കെ ചാഴി ഊറ്റിയ പയറാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ചാഴി ഊറ്റി അതിൻ്റെ നീരൂറ്റി കുടിച്ച പയറാണ്. അങ്ങനെ ഇത് നമുക്ക് വലിയ നഷ്ടമുണ്ട്. ഈ നിൽക്കുന്നതിൽ നല്ലൊരു ശതമാനം പയറും വളരെ വലുതാവേണ്ട പയറാണ്. ഇതെല്ലാം ചാഴി ഊറ്റി അതിൻ്റെ നീര് കുടിച്ച പയറാണ്. ഇത് നമുക്ക് വിൽക്കാൻ കഴിയില്ല, നമുക്ക് കറി വെച്ച് കഴിക്കാനും കഴിയില്ല. അങ്ങനെ കർഷകന് ഭയങ്കരമായ നഷ്ടമുണ്ടാക്കുന്നൊരു ജീവിയാണ് ചാഴി. നമ്മുടെ പടവലമൊക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കായ കുറവാണ്. ഇപ്പോൾ പന്തൽ നിറച്ച് കാണേണ്ടതാണ്. നോക്കണം, ഈ പന്തലിലൊന്നും ഇപ്പോൾ കായില്ല, വളരെ കുറച്ച് കായേ ഉള്ളൂ. അതിന് കാരണം അധികരിച്ച മഴയാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ കർഷകരുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കായകൾ വളരണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ, ചെടി പൂക്കണമെങ്കിൽ വെയിൽ വേണം. വെയിലില്ലെങ്കിൽ ചെടി പൂക്കില്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല സൂര്യൻ്റെ ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ ചെടികൾ പുഷ്പിക്കുകയുള്ളൂ. പുഷ്പിച്ചെങ്കിൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് കായ വളരെ കുറവാണ്. കിട്ടുന്ന കായകളൊന്നും നല്ല പോലെ വരാനും ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇതുപോലെ പടവലത്തിൻ്റെ കായൽ അതിന് നമ്മൾ താഴേക്കൊരു വെയിറ്റ് കൊടുത്തില്ലെങ്കിൽ ആ കായ ഇതുപോലെ വളഞ്ഞ് ചുരുണ്ടു പോവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ കായലിങ്ങനെ ഒരു വെയിറ്റ്, ഒരു കല്ല് കെട്ടി ഇങ്ങനെ ഇടും.
ഈ കല്ല് കെട്ടി തൂക്കിയിട്ടിരുന്നാൽ ഈ കായ നേരെ തൂങ്ങി ഇറങ്ങി വരും, നല്ല സ്ട്രൈറ്റ് ആയിരിക്കും ആ കായ. അതുപോലെ ഈ കായൽ നമ്മളിപ്പോൾ ഇത് ജീവികൾ വന്ന് നമ്മളെ കായ നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ കീടനാശിനിയൊക്കെ ഉണ്ടാക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെറമോൺ കണി കെട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് എവിടെ നിന്നെങ്കിലുമൊക്കെ വന്ന് പിന്നെ നമ്മളെ കായകളെ നശിപ്പിക്കാതിരിക്കാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവർ, നമ്മളിങ്ങനെ കവറ് ഈ കല്ല് കെട്ടി തൂക്കിയ ശേഷം കവർ ഇങ്ങനെ ഇട്ട് നമ്മൾ കവറിട്ട് കെട്ടണം. ഇത് കെട്ടുകയോ അതല്ലെങ്കിൽ സ്റ്റാപ്പിൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതിങ്ങനെ കെട്ടി വെക്കണം. കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കായ്ച്ച കുത്തില്ല. കായ്ച്ച കുത്തിയാൽ നമ്മളെ കായ നശിച്ചു പോകും. ഇത്തിരി നീളം കൊടുക്കണം അതിന്. ഏകദേശം ഇത്ര നീളം വരെയൊക്കെ നമ്മളെ കായ വളർന്നു വരും. അവിടെ വെച്ച് ഇതിനെ മുറിക്കുക. അപ്പം ഇങ്ങനെ ഈ കായ ഇതിനകത്ത് വളർന്ന് നിൽക്കും. നമ്മൾ കായകളെ കായ്ച്ച കുത്തില്ല. അതല്ലെങ്കിൽ വലിയ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ജൈവ കീടനാശിനി അടിച്ചാൽ പെട്ടെന്നത് മഴ പെയ്ത് നശിച്ചു പോകും. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല. അപ്പോൾ പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷം അടിക്കും. വിഷമായിട്ടുള്ള കീടനാശിനികൾ അടിക്കും. അത് നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് വിഷമുള്ള കീടനാശിനികൾ നമ്മൾ അടിക്കരുത്. അതുപോലെ തന്നെ കായകളെ സംരക്ഷിക്കാൻ ഇതുപോലുള്ള കവറുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കായകളിൽ ഈച്ച കുത്തില്ല. ഇത് വെണ്ടയാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിന് ഇത്തിരി ആരോഗ്യക്കുറവുണ്ട്. എന്നാലും ഇത് ഒരു വെറൈറ്റി വെണ്ടയാണ്. ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയും. ഇത് കണ്ടോ, ഇതിൻ്റെ കായെല്ലാം വളരെ വലുതാണ്, നല്ല വലിപ്പം ഉണ്ടാവും. നല്ല സീസണിലാണെങ്കിൽ വളരെ നീളം ഉണ്ടാവും. ഇത് നല്ല വെയിറ്റും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വിത്തെടുക്കാനായിട്ട് വളർത്തുന്ന ഒരു ചെടിയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ വിത്തെടുക്കുന്നത്. നമ്മൾ അടുത്ത കൃഷിക്ക് ആവശ്യമുള്ള വിത്തുകൾ നമ്മൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിലെ കായകൾ ആദ്യത്തെ കായ 2-3 എണ്ണമേ നമ്മൾ പറിച്ചുള്ളൂ. ഇനിയുള്ള കായകൾ പറിക്കില്ല. അവസാനത്തെ കായും പറിക്കില്ല. ഇടയ്ക്ക് കിട്ടുന്ന കായകളാണ് നമ്മൾ വിത്തിനെടുക്കുന്നത്. അതുപോലെ തന്നെ വിത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കായ എടുത്താൽ അതിൻ്റെ ചുവട്ടിലെയും തലയിലെയും കുറേ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആ വിത്ത് നമ്മൾ എടുക്കരുത്. സെൻറ്റർ ഭാഗത്തുള്ള, അതായത് 1/3 ഭാഗം മുകളിലും 1/3 ഭാഗം താഴും നമ്മൾ വെട്ടിക്കളയണം. ബാക്കി 1/3 ഭാഗത്തെ വിത്തായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പകുതി ഭാഗത്തെ വിത്ത്. ബാക്കി പകുതി ഭാഗത്തെ വിത്ത് നമ്മളെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഗുണകരമായിരിക്കില്ല, കായ്ഫലം കുറവായിരിക്കും. സെൻറ്റർ ഭാഗത്തെ വിത്താണ് നമുക്ക് നടാൻ ഏറ്റവും നല്ലത്. നമ്മൾ കീടനാശിനി, ജൈവ കീടനാശിനി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് സോപ്പ്, വേപ്പെണ്ണ, എമൽഷനാണ് സാധാരണ എല്ലാവരും കൊടുക്കുന്നത്. ഇത് അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കീടനാശിനിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുമ്പോൾ വെളുത്തുള്ളിക്കായാലും വേപ്പെണ്ണയ്ക്കായാലും കായത്തിനായാലും ഒക്കെ ഭയങ്കര വിലയാണിപ്പോൾ. ആ വില നമുക്ക് താങ്ങാനൊക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാനതിനൊരു ചെറിയ മാറ്റം വരുത്തി നോക്കി. അതെനിക്ക് വളരെ ഗുണകരമായി കിട്ടി. അതുകൊണ്ടാണ് ഞാനത് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. കർഷകർക്കത് വളരെ ഉപയോഗപ്രദം, അതുപോലെ തന്നെ ചിലവും കുറയ്ക്കാൻ കഴിയും. ഒന്ന്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഒന്ന് വെളുത്തുള്ളി, മറ്റൊന്ന് പാൽക്കായം, ഇനിയൊന്ന് നല്ല ഉണ്ടമുളക്. കാന്താരി മുളകാണ് സാധാരണ ചേർക്കുന്നത്. കാന്താരി മുളക് എനിക്കില്ലാത്തത് കൊണ്ടും, കാന്താരി മുളക് മേടിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം 1000-1100 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. അപ്പോൾ അത് നഷ്ടമായത് കൊണ്ടും നമ്മുടെ തോട്ടത്തിലുള്ള നല്ല മണമുള്ള നല്ല ഉണ്ടമുളകാണ്. ഭയങ്കര എരിവാണിതിന് ആ ഉണ്ടമുളക്. പിന്നെ ഇത് സോപ്പ്. നമുക്കിപ്പോൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന 501 ബാർ സോപ്പായിരുന്നു. ആ സോപ്പ് ഇപ്പോൾ കിട്ടുന്നില്ല. ഈ മഞ്ഞ നിറമുള്ള സോപ്പാണ് നമുക്കിതിന് നല്ലത്. ഇപ്പോൾ അതിൽ മാർക്കറ്റിൽ കിട്ടുന്നത് നമുക്ക് സൺലൈറ്റിൻ്റെയാണ്. സൺലൈറ്റിനാണ് കിട്ടുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ ഗുണമുള്ളത് സൺലൈറ്റിൻ്റെയാണ്. ആ സൺലൈറ്റിൻ്റെ കട്ട സോപ്പ്. പിന്നെ എന്നുള്ളത് ഇത് നമ്മുടെ വേപ്പെണ്ണയൊക്കെ നല്ല വിലയാണിപ്പോൾ. വേപ്പെണ്ണ ഇത് ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ 1 ലിറ്റർ കീടനാശിനി ഉണ്ടാക്കുന്നതിന് 20 മില്ലി വേപ്പെണ്ണ വേണം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഗോമൂത്രവും മീനഴുക്കിയ വെള്ളവും കൂടി നമ്മളിതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയാക്കാൻ പറ്റും. വെള്ളത്തിൽ ഇത് ഞാൻ കലക്കുന്നില്ല. ഇതിന് ഉപയോഗിക്കുന്ന മുഴുവൻ മീൻ വെള്ളവും
അതുപോലെ തന്നെ ഗോമൂത്രവുമാണ്. പച്ചവെള്ളം ഇതിൽ തൊടുന്നതേ ഇല്ല. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെനിക്ക് വളരെ എഫക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. ചാഴി ആയാലും മത്തൻ മണ്ടായാലും പിന്നീട് കായ്ച്ചയായാലും ഒക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കും. ഇത് അടിച്ചാൽ ഒരാഴ്ച ഒരു ജീവിയും, ഒരു 10 ദിവസം വരെ ഒരു ജീവിയും നമ്മുടെ തോട്ടത്തിലേക്ക് വരില്ല. അവർ മാറി തന്നെ നിൽക്കും. അതുപോലെ തന്നെ വെട്ടുകിളിയെ പോലും മാറ്റി നിർത്താൻ ഈ കീടനാശിനിക്ക് കഴിയുന്നുണ്ടെന്നുള്ള ഒരു മഹാവിജയമാണ്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കീടനാശിനിയാണ്. ഇതിനെ ഒരു 2 അരിപ്പ് നമ്മൾ അരിച്ചാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എന്നാലും ഇനിയും ഒരു 2 അരിപ്പ് അരിക്കണം. ഇങ്ങനെ ഒരരിപ്പ് വെച്ച് അതിലൂടെ നമ്മൾ സ്പ്രേയറിലുള്ള അരിപ്പിലൊഴിക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് ചെന്നിട്ട് നമ്മളെ പമ്പിൻ്റെ ഫിൽറ്ററിൽ അടിഞ്ഞാൽ പിന്നെ പമ്പ് വർക്കാവില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ എടുക്കണം. ഇതിൽ മുളകുള്ളത് കൊണ്ട് ഇതടിക്കുമ്പോൾ കണ്ണിലെങ്ങാനും വീണാൽ പിന്നെ നമ്മളെ ജോലിയൊന്നും നടക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പറയട്ടെ, നമ്മൾ മുളക് അരച്ച് കലക്കിയിട്ടുള്ളതുകൊണ്ട് ഇത് കണ്ണിൽ വീണാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ കണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു ഗ്ലാസ്, ഒരു മറ നമ്മൾ വയ്ക്കുക. ഇനി മറ്റൊന്ന്, ഇതിന് നല്ല മണമെന്നല്ലാനും ശരിക്കും പറയുന്നത് നാറ്റമെന്നാണ്. ആ സ്മെല്ലുള്ളത് കൊണ്ട് ഇത് പുറത്തൊക്കെ വീണാൽ, ഡ്രസ്സിലോ പുറത്തൊക്കെ വീണാൽ കുറേ ദിവസത്തേക്ക് അതിൻ്റെ സ്മെല്ല് നമ്മളെ ശരീരത്തിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ, അങ്ങനെ വീണിട്ട് നമ്മൾ വീട്ടിൽ ചെന്നാൽ കൊച്ചുമക്കളൊക്കെ നമ്മളെ മാറ്റി നിർത്തും, വീട്ടിൽ കയറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ, നമുക്ക് ശരീരത്തിൽ ആ മണം വരാതിരിക്കാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവർ നമ്മൾ ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പുറത്തൊന്നും ഈ കീടനാശിനി വീടില്ല. ഇത് ഇത്തിരി അധികം സ്മെല്ലുള്ളതാണ്. അതുപോലെ തന്നെ എരിവുണ്ടാവില്ല. ഇനി നമുക്കിത് തോളിലേറ്റി കൊണ്ട് നടന്ന് സ്പ്രേ ചെയ്യാം. ഇനി നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത് സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പമാണ്, കാരണം ഇതൊരു പവർ സ്പ്രേയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്പ്രേ ചെയ്ത് തീർക്കാൻ പറ്റും. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരുപുറത്തും ഇത് പോകത്തക്ക മരുന്ന് എത്തത്തക്ക രീതിയിൽ അടിക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുറച്ച് നേരം കിട്ടിയാൽ ഈ ജീവികളെല്ലാം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളും. പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല കുറച്ച് ദിവസത്തേക്ക്. ഇതാണ് നമ്മുടെ കീടനാശിനി. ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം. ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയും സ്പീഡ് കുറച്ചുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം മിനിമം സ്പീഡിലാണ് പോകുന്നത്. ഇനിയാണ്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇത് പോകും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പുല്ലുകളിലും ചെടികളിലും കൂടെയൊക്കെ ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഈ ഇലയിലും പുല്ലിലും ഒക്കെ ഇരിക്കും. വീണ്ടും അത് തിരിച്ച് വന്ന് നമ്മളെ വീണ്ടും ശല്യം ചെയ്യും. ഇങ്ങനെ അടിക്കുക. ഇതാണ് നമ്മളെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്കെതിരെയുള്ള പ്രൊട്ടക്ഷൻ. ഇത് കർഷകർക്ക് വളരെ ഗുണം ചെയ്യും. നല്ല കർഷകർക്ക്, അതായത് വിഷം ഇല്ലാത്ത ഭക്ഷണം ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ള കർഷകർക്ക് ഇത് ഫോളോ ചെയ്യാം. കുറച്ച് ചിലവ് കൂടുതലാണ്. എന്നിരുന്നാലും നമ്മൾ കൊടുക്കുന്ന നമ്മളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നവരും വിഷം കഴിക്കാതെ ജീവിക്കാൻ ഉള്ളൊരു പരിപാടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ലാഭം മാത്രം നോക്കുന്നവർക്ക് എപ്പോഴും വിഷം മേടിച്ചടിക്കുന്നതാണ് ലാഭം. കാരണം ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 100-120 രൂപ കൊടുത്താൽ ഒരു ബോട്ടിൽ വിഷം കിട്ടും. കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വരും. അത് പറ്റില്ല. ഇത് കുറച്ച് പൈസ ചിലവാകും.